ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം റീസെൻ്റ്ലി തന്നെ നമ്മുടെ ബജാജിൻ്റെ EMI കാർഡ് ബാനായി. ഇപ്പോൾ കുറേ പേര് ബജാജ് EMI കാർഡ് ഉപയോഗിക്കാറുണ്ട്, കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ പക്ഷേ ഈ ബാനായിട്ടൊക്കെ തൊട്ട് മുമ്പ് നമ്മളിത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യാറില്ല, എന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടംപോലെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ. അപ്പോൾ പണ്ട് എടുത്തേക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ബജാജ് EMI കാർഡ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 6 കൊല്ലമൊക്കെ ആയി തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്കറിയാം ഞാൻ ആനുവൽ ചാർജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ക്ലോസ് ചെയ്യുന്ന അതിന് ശേഷം അതിന് ബാൻ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ പേർക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ കൊഡാക് ബാങ്കിന്റെ സ്മാർട്ട് EMI കാർഡിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്കൊരു കൊഡാക് ബാങ്കിന്റെ ഇപ്പോൾ 811 അക്കൗണ്ടോ 0 ബാലൻസ് അക്കൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സുഖമായിട്ട് ഇതിന്റെ സ്മാർട്ട് EMI കാർഡ് പ്രീ അപ്രൂവ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്നും ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കാർഡൊക്കെ ഇപ്പോൾ ഇതിന് ഫിസിക്കൽ കാർഡൊക്കെ ഉണ്ട്. നമുക്ക് ബജാജ് EMI കാർഡിന് ഇപ്പോൾ റീസെൻ്റ്ലി ഡിജിറ്റൽ കാർഡ് മാത്രമേ ഉള്ളൂ. ഇതിനിപ്പോൾ ഫിസിക്കൽ കാർഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഡെബിറ്റ് കാർഡ് പോലെ സംഭവം കിട്ടും. ഇപ്പോൾ അതിൻ്റെ ഒരു പുതിയ ഡിസൈനും സംഭവങ്ങളൊക്കെ അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് കാർഡ് വന്നിട്ട് ഇപ്പോൾ ബ്ലാക്ക് കളറിലൊക്കെ സംഭവം വരുന്നത് നല്ല കിടിലൻ ലുക്കൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് കണ്ടോ, ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ പടം സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കാൻ കണ്ടോ. ഇതാണ് സംഭവം കണ്ടോ, ക്ലിയർ ആണെന്ന് ഇരിക്കുന്നു. അപ്പോൾ ഇത് വിസ പ്ലാറ്റ്ഫോമിൽ വരുന്ന കാർഡാണ്, സ്മാർട്ട് EMI കാർഡാണ്. നമുക്ക് നോർമൽ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സെയിം ബജാജ് EMI കാർഡിൻ്റെ സെയിം ഫീച്ചർ തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു 15 months വരെ നമുക്ക് നോ കോസ്റ്റ് EMI സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ അഡീഷണൽ ഡിസ്കൗണ്ട്സ് എല്ലാ പരിപാടിയും സംഭവത്തിൽ ഇതിലുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ കൊഡാക് ബാങ്കിന്റെ 811 അക്കൗണ്ട് ആപ്പിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ വരുന്നുണ്ട്. എനിക്കിപ്പോൾ കാണിക്കുന്നുണ്ട് യു ആർ എലിജിബിൾ ഫോർ കൊഡാക് സ്മാർട്ട് EMI കാർഡ് പ്രീ അപ്രൂവൽ ലിമിറ്റ്. എനിക്ക് 50,000 വന്നേക്കുന്നത്. അത് എന്തുകൊണ്ട് 50,000 എനിക്ക് കൊടുത്തത് എനിക്ക് മനസ്സിലായത് എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ തന്നെ ഓൾമോസ്റ്റ് 2.5 lakh ഉണ്ട്. നമുക്ക് എന്തായാലും യൂസും സംഭവമൊന്നുമില്ല. ഞാൻ എന്തായാലും വീഡിയോ പർപ്പസ് എടുത്താൽ ഞാൻ എടുക്കണമെന്നില്ല. എന്താ വെച്ചാൽ നമുക്ക് ഇതിന് ഇഷ്യൂ ചാർജും ആനുവൽ ചാർജും ഉണ്ട്. അതിന് ഇഷ്യൂ ചാർജ് 499 പ്ലസ് GST ആണ്. അപ്പോൾ അത് ഭയങ്കര കൂടുതലാണ് കുറച്ച്. എനിക്കിത് കമ്പാരിറ്റീവ്ലി ക്രെഡിറ്റ് കാർഡിന്റെ റേറ്റ് വന്നു. ആനുവൽ ഫീസ് ആയിട്ട് 299 പ്ലസ് GST വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവരുടെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ എഴുതിയിട്ടുണ്ട്. ടു ഫെസിലിറ്റേറ്റ് ട്രാൻസാക്ഷൻ ഓൺ യുവർ സ്മാർട്ട് EMI കാർഡ് ദ കാർഡ് വിൽ ബി ലിങ്ക്. അതായത് നമ്മുടെ പ്രൈമറി കൊഡാക് സേവിങ്സ് അക്കൗണ്ട് ആയിട്ടാണ് ലിങ്ക് ആവുക. അതേപോലെ തന്നെ ഈ കാർഡ് നമുക്ക് POSലും ഓഫ്ലൈനിലും ഇൻസ്റ്റോറിലും ട്രാൻസാക്ഷനിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എല്ലാ ഫീസും EMI എല്ലാം ഡെബിറ്റ് ചെയ്യുന്നത് നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് താഴെ കാണിക്കാം. ഞാൻ അതിൽ നമ്മളിപ്പോൾ അത് ഇനീഷ്യൽ ചാർജ് തന്നെ നമുക്ക് 499 പ്ലസ് GST ഇനീഷ്യലി പിടിക്കിട്ടോ. നമ്മുടെ അക്കൗണ്ട് തന്നെ 588 രൂപ നമ്മളൊന്ന് പിടിക്കിട്ടാ. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്യുന്നില്ല, എനിക്കത് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ സ്മാർട്ട് EMI കാർഡിനെ കുറിച്ച് നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് സംഭവമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അത്യാവശ്യം ഫിസിക്കലായിട്ട് കാർഡും ഉണ്ട്, നമുക്ക് ഓഫ്ലൈൻ ഓൺലൈനിലൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. അത്യാവശ്യം നല്ലൊരു പരിപാടി തന്നെയാണ്. പിന്നെ ഒരു പുതിയ ഡിസൈനും സംഭവങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം ക്യാഷ് ബാക്കും സംഭവങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നോർമൽ ബജാജ് EMI കാർഡിന് അങ്ങനെ ഓഫറും സംഭവമൊന്നും ഉണ്ടാകാറില്ല. ജസ്റ്റ് നോ കോസ്റ്റ് EMI ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഡിജിറ്റലും ഓൺലൈനും ഉണ്ടായിരുന്നു. അതാണ് അവർ ഇത്ര വിജയിക്കാൻ കാരണം. മെയിനായിട്ട് ഓൺലൈൻ അപ്രൂവൽ ആയി. അതുപോലെ തന്നെ അവർ കുറേ പാർട്ട്ണറായിട്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് അങ്ങനെ അത്രയും ഭയങ്കരമായിട്ട് ഹിറ്റായത്. അപ്പോൾ ഇത് നമ്മുടെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് പോലത്തെ ഒരു കാർഡാണ്. നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ സ്വൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പുതിയ ലേറ്റസ്റ്റ് മെഷീൻസിലും POS മെഷീൻസിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ കൊഡാക് ബാങ്കിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുക്കാണ്ട് മുമ്പ്. അപ്പോൾ നോർമൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം. നമുക്കത് അതിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൽ കാണിക്കും ഏത് EMI വേണ്ടതൊക്കെ അവരോട് കാണിക്കുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ നോർമൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ സംഭവം. അപ്പോൾ അത്യാവശ്യം നല്ല പരിപാടി തന്നെയാണ്. ഞാൻ ശരിക്കും മെയിനായിട്ട് ആൾക്കാർക്ക് എന്താ വെച്ചാൽ നമുക്ക് സ്റ്റുഡൻസിനൊക്കെ ശരിക്കും എടുക്കാതെ എന്ന് വെച്ചാൽ നിങ്ങളൊരു കൊഡാക് ബാങ്കിന്റെ 811 അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് പ്രീ അപ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. എൻ്റെ കൊഡാക് ബാങ്ക് അക്കൗണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 3 മാസം ആവണുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഓഫർ വന്നു, പ്രീ അപ്രൂവലിൽ ലോൺ ഓഫർ വന്നു, ഇപ്പോൾ സ്മാർട്ട് EMI കാർഡ് ഓഫർ വന്നു. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിന് എലിജിബിൾ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. ഇപ്പോൾ ഏതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ട് പ്രീ അപ്രൂവ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് നല്ല പരിപാടിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും കൊഡാക്കിന്റെ 811 അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഈ കാർഡിന് പക്ഷേ ഇത് നിങ്ങൾക്ക് പറഞ്ഞത് പ്രീ അപ്രൂവൽ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇഷ്യൂ സംഭവത്തിനുണ്ട്. അപ്പോൾ ബജാജ് കാർഡ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ അക്കൗണ്ട് സംഭവമൊന്നുമില്ല, ഡയറക്റ്റ് ആർക്ക് വേണമെങ്കിൽ പോയി എടുക്കാം. അപ്പോൾ ഇതിന് അങ്ങനെ കുഴപ്പമുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് ബജാജ് EMI കാർഡ് അത്യാവശ്യം നല്ല കാർഡാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓഫേഴ്സും അതുപോലെ തന്നെ കുറച്ചുകൂടി സേഫും ആണ്. ബാങ്കിന്റെ കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്സെപ്റ്റൻസും കൂടുതലുണ്ടായിരിക്കും മിച്ച കാർഡായിട്ട്. മറ്റതും വിസ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരുന്നു, ഇതും വിസ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണ് നമ്മൾ വന്നപ്പോൾ. എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമന്റ് കൊടുക്കുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് കൊടുത്തിട്ട് ഫോളോ അടിക്കാം കേട്ടോ. താഴെ ലിങ്ക് നോക്കിയാൽ മതി. അടുത്ത വീഡിയോ കാണാം.